പുതിയ UDF സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് UDF സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ചുവടുവെപ്പായിരിക്കുമെന്നാണ് ബജറ്റ് അവതരിപ്പിക്കും മുമ്പ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷേ ബജറ്റ് വായന പൂർത്തിയാക്കിയപ്പോൾ അതൊരു വെടിക്കെട്ടിലെ ആകാശവിസ്മയം മാത്രമായി അവശേഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാണാനും കേൾക്കാനുമൊക്കെ നല്ല ഭംഗിയുണ്ട്, കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും. പക്ഷേ കേരളത്തിൻ്റെ വർത്തമാനകാല സാമ്പത്തിക സാഹചര്യങ്ങളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ബഡ്ജറ്റാണ് നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വാഗ്ദാനങ്ങൾ ബജറ്റ് വായനയിൽ ഉടനീളം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം പൂർത്തീകരിക്കാൻ ആവശ്യമായ ധനാഗമ മാർഗം എന്താണ് എന്ന് എവിടെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് കേരളത്തിലെ ഖജനാവ് പൂച്ചപ്പെട്ട് കിടക്കുകയാണ് എന്നാണ്. ഖജനാവ് നിറക്കലായിരിക്കും UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രവർത്തനമെന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷം മുഖ്യമന്ത്രിയായപ്പോഴും പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച ഈ രേഖയിലും കേരളത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്, ധവളപത്രത്തിലും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള ധനാഗമ മാർഗം എന്താണ്, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താണ്, അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശമോ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയയോ ഈ ബജറ്റിൽ എവിടത്തും പറയുന്നില്ല. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ മറ്റൊരാവർത്തനം, ഒരു പ്രകടന പത്രിക എന്നല്ലാതെ, കുറേ സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ എവിടെയും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ആകാശവിസ്മയം മാത്രമാണ്, പൊട്ടിത്തീരുന്നതേയുള്ളൂ. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭംഗിയുണ്ടാവുമെന്നല്ലാതെ പിന്നെ എവിടെയും അത് കാണാൻ വേണ്ടി പോകുന്നില്ല. ഉദാഹരണമായിട്ട് എല്ലാ പദ്ധതികളെയും കുറിച്ച് പരിശോധിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ തോതിൽ കൊട്ടിഘോഷിച്ചതാണല്ലോ ഇന്ദിരാ ഗ്യാരണ്ടി. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇൻഷുറൻസ് പദ്ധതി ഈ പ്രാവശ്യം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പറഞ്ഞത്. അതിനുവേണ്ടി മാറ്റിവെച്ച തുക എത്രയാണ്? 10 കോടിയാണ്. 10 കോടി രൂപ കൊണ്ട് എത്ര പേർക്ക് 25 ലക്ഷം രൂപ സഹായിക്കാൻ സാധിക്കും? അപ്പോൾ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള തുകയെങ്കിലും മാറ്റിവെക്കണ്ടേ? അതാണല്ലോ ബഡ്ജറ്റ്. ഇത്രയും വിപുലമായൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഒരു ടോക്കൺ തുകയായിട്ടുള്ള 10 കോടി രൂപ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പദ്ധതി അത് ചാപ്പളയാണ്, അത് നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. സൗജന്യ KSRTC യാത്രക്ക് വേണ്ടി, സ്ത്രീകളെ സൗജന്യ KSRTC യാത്രക്ക് വേണ്ടി 600 കോടി മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഗതാഗത മന്ത്രി പറഞ്ഞത് പ്രതിമാസം 100 കോടിയിലേറെ സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ്. അതുകൂടാതെ KSRTC ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഓരോ മാസവും 50-60 കോടി രൂപ സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ പുതിയ സൗജന്യമനുസരിച്ച് ഏതാണ്ട് 150-160 കോടി പ്രതിമാസം സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരുമെന്നിരിക്കെ ഈ 600 കോടി രൂപ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ 6 മാസത്തേക്കാണോ ഈ പദ്ധതി? മിനിമം 1 വർഷത്തേക്ക് ആവശ്യമായ തുകയെങ്കിലും മാറ്റിവെക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈ ആളുകളെ പറ്റിക്കുന്നത്? ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഓരോ പദ്ധതിയും ഇങ്ങനെയാണ്.
അതുകൊണ്ട് പുതിയ ധനാഗമ മാർഗങ്ങളൊന്നുമില്ലാതെ, പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ, ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയില്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു കൺകെട്ട് സർക്കസായിട്ട് മാത്രമേ ഇന്നത്തെ ബജറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം നിലവിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ കുറച്ചുകൂടി കേരളത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. ഇപ്പം MSMEക്ക് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. എത്ര കോടിയാണ് മാറ്റിവെച്ചത്? അതുകൊണ്ട് എന്താകും? അതുകൊണ്ട് മാറ്റിവെച്ച തുകയും പദ്ധതിയും യാതൊരു പൊരുത്തവുമില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, യാഥാർത്ഥ്യബോധമില്ലാത്ത കേവലം ഒരു പ്രസംഗം മാത്രമായിട്ട് ബഡ്ജറ്റ് പ്രസംഗം മാറുകയാണ്. പ്രസംഗ മത്സരമാണെങ്കിൽ VD സതീശന് അവാർഡ് കൊടുക്കാമായിരുന്നു. നിയമസഭയിൽ അദ്ദേഹം വളരെ മനോഹരമായി പ്രസംഗിച്ചിട്ടുണ്ട്. ആളുകളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ വാരി വിതറിയിട്ടുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് യാഥാർത്ഥ്യബോധമില്ലാത്ത വെടിക്കെട്ടിലെ കേവലം ആകാശവിസ്മയം മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. എത്രയാണോ ആവശ്യം അത്രയും നീക്കി വെക്കണം. അങ്ങനെയാണല്ലോ സാധാരണ ബഡ്ജറ്റ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള തുകയാണല്ലോ മാറ്റിവെക്കേണ്ടത്. 10 മാസത്തേക്കുള്ള ബഡ്ജറ്റാണ്. ആവശ്യമായിട്ടുള്ള തുകയാണ് നീക്കി വെക്കേണ്ടത്. ഗതാഗത മന്ത്രി പറഞ്ഞതനുസരിച്ച് തുക പോരാ. ഞങ്ങളല്ലല്ലോ തുക മാറ്റി വെക്കുന്നത്. ഗതാഗത മന്ത്രി പറഞ്ഞതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഗതാഗത മന്ത്രി പറഞ്ഞത് പ്രകാരം ഈ തുക പോരാ. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം, ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ അത്രയും പണം ആവശ്യമില്ല എന്ന് പറയണം. അടുത്ത ഫെബ്രുവരിയിലെ ബഡ്ജറ്റ് ഉള്ളൂ. അതുവരെയുള്ള തുക വേണമല്ലോ. അതുവരെ തുക പര്യാപ്തമല്ല എന്ന് ഗതാഗത മന്ത്രിയുടെ കണക്കാണ്, ഞങ്ങളുടെ കണക്കല്ല. അത് 100 കോടിയാണോ 60 കോടിയാണോ 50 കോടിയാണോ അവരല്ലേ പറയണത്. കഴിഞ്ഞ ദിവസമാണ് ഗതാഗത മന്ത്രി ഇതിനെക്കുറിച്ച് കണക്ക് പറഞ്ഞത്. അത് മതിയെങ്കിൽ മതി. KSRTC തുക അത് റിവൈവ് ചെയ്തിട്ടില്ലല്ലോ. ആ തുക റിവൈവ് ചെയ്തിട്ടില്ലല്ലോ. ആകെ ഇപ്രാവശ്യം KSRTCക്ക് 600 കോടി കൊടുക്കുന്ന പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പം എക്സ്ട്രാ കൊടുക്കുന്ന ബഡ്ജറ്റിൽ എവിടെയാണ്? നിങ്ങൾക്ക് രേഖ വന്നാൽ അറിയാലോ എക്സ്ട്രാ കൊടുക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. കാരണം കഴിഞ്ഞ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ അലോക്കേഷൻ മുഴുവൻ അത് വീണ്ടും വായിക്കുന്നുണ്ട്. വീണ്ടും വായനയുണ്ട് എല്ലാറ്റിലും. അപ്പോൾ KSRTCക്ക് വേറെ തുകയൊന്നും നീക്കി വെച്ചതേ നമ്മൾ കണ്ടിട്ടില്ല. ഇനി KSRTCക്ക് തുക വെച്ചാലും ഗതാഗത മന്ത്രിയുടെ പ്രപ്പോസൽ അനുസരിച്ച് ഇനി വരുന്ന 9 മാസക്കാലത്തേക്ക് ഇത് പോരല്ലോ. മിനിമം 900 കോടിയെങ്കിലും വേണമല്ലോ. സർക്കാർ കഴിഞ്ഞ വർഷം 256 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോൾ സർക്കാരിന്റെ പുതിയ വിദ്യുജനം പദ്ധതി വന്നപ്പോഴത്തേക്ക് അതിന് 2257 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. സർക്കാർ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ഭീമമായ ചെലവിന് വേണ്ടി ബജറ്റ് അലോക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതിലെന്താണ് BJP അഭിപ്രായം? അല്ല, അത് കമ്പൽസറി ആണല്ലോ. അത് സർക്കാരിന്റെ സൗജന്യമല്ലല്ലോ. അത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയും സൗജന്യമൊന്നുമില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ 40% സംസ്ഥാനം കൊടുത്തേ മതിയാവുള്ളൂ. അത് കൊടുത്തില്ലെങ്കിൽ പദ്ധതിയില്ല. അത് കമ്പൽസറിയാണ്. അത് സംസ്ഥാന സർക്കാരിന് മാറി നിൽക്കാനൊന്നും സാധിക്കില്ല. അതൊരു പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഫിനാൻസ് അലോക്കേഷനിൽ വന്നാൽ മതി. അത് സർക്കാരിൻ്റെ പുതിയ പദ്ധതിയൊന്നുമില്ല. നിങ്ങളത് ബഡ്ജറ്റ് വായനയ്ക്ക് ശേഷമുള്ള പണത്തിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ഇതിൻ്റെ ബഡ്ജറ്റിൽ വായിക്കണം. അത് കമ്പൽസറിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ തുക കൂട്ടിയിട്ടുണ്ട്. തുക കൂട്ടിയതിന് അവിടെ തൊഴിൽ ദിനങ്ങളെ കൂട്ടിയിട്ടുണ്ട്, അവിടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വർദ്ധനവ് 40% കൊടുക്കണം. ഇനി 40% കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പലിശ കൊടുക്കേണ്ടി വരും കർഷകർക്ക്, ഈ തൊഴിലാളികൾക്ക്. ഇറ്റ് ഈസ് കമ്പൽസറി. അതൊരു പുതിയ പ്രഖ്യാപനമോ സർക്കാരിൻ്റെ സൗജന്യമൊന്നുമല്ല. അതെല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കാം. കേരളത്തിലെ തൊഴിലാളികൾക്കനുസരിച്ച് ഇത് കമ്പൽസറി ആണെന്ന്. അത് സർക്കാരിന്റെ സൗജന്യം എന്താണ് അതില്?
ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ബജറ്റിലല്ലേ പറയേണ്ടത്. പിന്നെ അപ്പോഴേ പറയുന്നത് 2300 കോടി രൂപ ഒരു സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുന്നു. അത് പിന്നെ എവിടെയാണ് പറയുന്നത്? അതിന് വരുമാനം ഉണ്ടാക്കണം, അതങ്ങനെ ചെയ്യണം. വി.ഡി. സതീശൻ പറഞ്ഞ ഖജനാവ് നിറക്കണം എന്നല്ലേ. ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതും ബഡ്ജറ്റിൽ അദ്ദേഹം വായിച്ചും തമ്മിലുള്ള പൊരുത്തക്കേടതാണ്. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഉള്ളൂ, ഇങ്ങനെയൊക്കെ സാധിക്കുള്ളൂ. ശരി, ഇതെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഇവിടെ. ഒരു ബഡ്ജറ്റിൽ സാധാരണ വരുമാന മാർഗങ്ങൾ ചെലവ് ചുരുക്കി സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കലായിരിക്കും ഞങ്ങളുടെ ആദ്യ പരിഗണന എന്നാണല്ലോ പറഞ്ഞത്. അതൊന്നും ഇതിൽ കാണുന്നില്ല. ഇനിയല്ല, ഇത് ഞങ്ങളൊരു ടോക്കൺ ബഡ്ജറ്റാണ്, അടുത്ത പ്രാവശ്യങ്ങൾ കുറച്ചുകൂടി പറയാം, നമുക്ക് അങ്ങനെ ആവാം. പക്ഷെ ഒരു സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ പുതിയുഗ കേരളത്തിലേക്കുള്ള കാൽവെപ്പ് എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത്. പുതിയുഗ കേരളത്തിലേക്കുള്ള കാൽവെപ്പ് വരുമാനമില്ലാത്ത ചെലവ് മാത്രമായിട്ടാണോ കാണേണ്ടത്? ഈ ചോദ്യമേ ഞങ്ങൾ ചോദിക്കുന്നു. സിമ്പിളാണ്. ആയുഷ്മാൻ ഭാരത് ഇപ്പം നടപ്പിലാക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. അതിന് പേര് 10 കോടിയാണ് മാറ്റിവെച്ചത്. 10 കോടി നിങ്ങൾക്ക് അറിയാലോ, 25 ലക്ഷം ഒരാൾക്ക്, 25 ലക്ഷം പേർക്ക് കൊടുക്കാൻ. അതിൻ്റെ പ്രാഥമിക ചെലവ്, ഇതിനെന്ത് പ്രാഥമിക ചെലവാ? അപ്പോൾ ഈ വർഷം നടപ്പിലാക്കില്ലേ? അപ്പം പിന്നെ എങ്ങനെ പൈസ കൊടുക്കും? ടോക്കൺ അഡ്വാൻസ് 10 കോടിയാണോ? 25 ലക്ഷം രൂപ. ഉദാഹരണമായിട്ട് അടുത്ത മാസം പ്രോഗ്രാം ഈ പരിപാടി ലോഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വർഷം ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങളതിൻ്റെ പേപ്പർ വർക്ക് ഈ പ്രാവശ്യമുള്ളൂ, അങ്ങനെ ഓക്കെ, 10 കോടി ഓക്കെ. പദ്ധതി പ്രാവശ്യം ആരംഭിക്കുന്നുവെങ്കിൽ ബജറ്റിൽ അലോക്ക് ചെയ്ത് ഇവരെങ്ങനെ പണം കൊടുക്കും? 1000 അപേക്ഷകർ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് ഗ്യാരണ്ടിക്ക് വന്നാൽ ഇവരെടുത്ത് പൈസ കൊടുക്കും? പൈസ മാറ്റി വെക്കാതെ. ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ പോരെ. വലിയ സാമ്പത്തിക ശാസ്ത്രം ഇതിന് വേണ്ടല്ലോ. അതിനു പകരം ഈ സർക്കാർ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് കൊടുക്കുന്ന ആയുഷ്മാൻ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നുവെങ്കിൽ 10 ലക്ഷം രൂപ വരെ ആ സഹായം കിട്ടുമായിരുന്നല്ലോ. അതൊപ്പിടാതെ ഇവർ സ്വന്തം നിലക്കൽ പ്രഖ്യാപിച്ചു. നിലവിൽ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ഉണ്ട്, പിണറായി വിജയൻ സർക്കാർ അത് ഒപ്പിട്ടില്ല. അത് ഒപ്പിടാനായിരുന്നെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം കിട്ടുമായിരുന്നു. കാരണം അതിൻ്റെ 60% കേന്ദ്രം കൊടുക്കുന്നതാണ്. ഇതിൽ കേന്ദ്രത്തിൻ്റെ സഹായം ഒന്നുമില്ലല്ലോ. ഇനി ആ പദ്ധതി ഇങ്ങനെ കൺവെർട്ട് ചെയ്യാനാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതിലൊന്നും വ്യക്തതയില്ല. ഏത് പ്രൊജക്റ്റും നിങ്ങളിപ്പോൾ ഒരു സ്മാരകം ഉണ്ടാക്കുന്നു, ഒരു അവാർഡ് കൊടുക്കുന്നു, അതിന് 10 കോടി 15 കോടി 50 കോടിയൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് പറയാം പ്രിലിമിനറി വർക്കാണ്. അതിൻ്റെ പേപ്പർ വർക്ക്, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് വർക്ക്, ഇതിന് വേണ്ടി ഒരു 10 കോടി മാറ്റി വെക്കുന്നു, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളിതിനെ മുൻവിധിയോട് കൂട്ടി കുറ്റപ്പെടുത്തല്ല. പക്ഷേ ഒരു പാവപ്പെട്ടവന് 25 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്ന മുഴുവൻ പണവും സർക്കാരിൻ്റെ പ്രീമിയമാണ്. പദ്ധതി അനുസരിച്ച് ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞ മുഴുവൻ പണവും സർക്കാരിൻ്റെ പ്രീമിയമാണ്. മുഴുവൻ പണവും സർക്കാർ പ്രീമിയം അടച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കണമെങ്കിൽ 10 കോടി മതിയോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത്രയേ ഉള്ളൂ ചോദിച്ചു. അത് അല്ലല്ലോ, അതിനെന്താണ്? അതിൻ്റെ പ്രൊജക്റ്റ് വർക്കാണ്, പ്രൊജക്റ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രൊജക്റ്റ് റിപ്പോർട്ടാണോ? ഇത് പണം ജനങ്ങൾക്ക് കൊടുക്കലാണ് സാർ. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഈ വർഷം ഞങ്ങൾ ആരംഭിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ. 100 ദിവസത്തിനുള്ളിൽ ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ചുള്ള എല്ലാ പരിപാടിയും ആരംഭിക്കുമെന്നാണല്ലോ പറഞ്ഞത്. 100 ദിവസത്തെ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ വരുന്ന 3 മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി ഈ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കാൻ ഈ ഗവൺമെൻറ് നിശ്ചയിച്ച പണം എവിടെ? എൻ്റെ ചോദ്യം അതാണ്. സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ ഒരു സ്വകാര്യ നിക്ഷേപത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണെന്ന് കരുതുന്നു. അല്ല, ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തിന് എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതിലൊന്നും പൈസ, ഇതെല്ലാം പ്രഖ്യാപനം മാത്രമാണ്. ഇതിലൊക്കെ പൈസ എവിടെ? യാഥാർത്ഥ്യ ബോധം വേണ്ടേ? കേരളത്തിൽ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ, വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം കൊണ്ടുവരാൻ വേണ്ടി നികുതി പിരിവ് കാര്യക്ഷമമാക്കും. എന്താ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശം? ആണല്ലോ വി.ഡി. സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിൽ സ്വർണത്തിൻ്റെ വിൽപ്പന വർദ്ധിക്കുന്നു, ജ്വല്ലറികളുടെ എണ്ണ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രപരമായ പ്രസംഗമുണ്ടായിരുന്നല്ലോ. കേരളത്തിൽ സ്വർണത്തിൻ്റെ എണ്ണ ഉപയോഗം വർദ്ധിക്കുന്നു, ജ്വല്ലറികൾ വർദ്ധിക്കുന്നു, പക്ഷേ അതിനനുസരിച്ച് നികുതി വരുമാനം കൂടുന്നില്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയട്ടെ, ഈ ബഡ്ജറ്റിൽ നികുതി വരുമാനം കൂട്ടാൻ എന്താ നിർദ്ദേശം? ഒന്നുമില്ല. ഈ ബഡ്ജറ്റിലില്ല. ബഡ്ജറ്റിന് പുറത്തേക്ക് എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയില്ല.
ഇതൊക്കെ വെറും പ്രഖ്യാപനം മാത്രമാണ് സാർ. മിനിമം ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ വരുമാനം, അതായത് ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് 2000 കോടിയേ ഖജനാവിലുള്ളൂ ആണല്ലോ. ആ 2000 കോടിയിൽ നിന്നുകൊണ്ട് 2000 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം ആയതുകൊണ്ട് അത് വീണ്ടും തീർന്നിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വരുമാനം വർദ്ധിക്കാതെ എങ്ങനെയാണ് സാധിക്കുക? LDF ഗവൺമെൻറ് എല്ലാം കിഫ്ബിയുടെ തലയിലായിരുന്നു ഇട്ടത്. ഇനി ഇവർക്ക് വേറെ കിഫ്ബി ഒന്നുമില്ലല്ലോ, വേറെ ധനാഗമ മാർഗങ്ങളൊന്നുമില്ലല്ലോ, വേറെ ബഡ്ജറ്റിന് പുറത്തുള്ള പണം കണ്ടെത്താനുള്ള മാർഗം ഇവർക്കില്ലല്ലോ. ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച ബഡ്ജറ്റിലില്ല. അപ്പം അതുകൊണ്ട് അതിന് ഗവൺമെൻറ് ഉത്തരം പറയണം, ഇനിയുള്ള ദിവസങ്ങൾ പറയേണ്ടി വരും. വിമർശിക്കാനില്ല, ധവളപത്രം നമ്മളെ മുമ്പിലുണ്ടല്ലോ. ധവളപത്രം പുറപ്പെടുവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഗുണം, കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്രം എന്തു കൊടുത്തു കൃത്യമായിട്ട് ആ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. കേരളത്തിന് അർഹമായിട്ടുള്ളതിനും അതിനേക്കാൾ കൂടുതലും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് UPA ഗവൺമെൻറ്റിനേക്കാളും 8 മടങ്ങ് കൂടുതലാണ്. പിന്നെ എങ്ങനെ വിമർശിക്കുക? കാരണം ഈ വി ഡി സതീശൻ്റെ ഗവൺമെൻറ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ധവളപത്രത്തിന് വിരുദ്ധമായിട്ട് ബഡ്ജറ്റിൽ പറയാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല, ഇന്നലെ നിയമസഭയിൽ നിയമസഭാ സാമാജികന്മാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പരിശീലനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ആ പരിശീലനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഈ MLA മാർക്കുള്ള പരിശീലനത്തിൽ എന്താ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പം ഞങ്ങൾക്ക് കൂടി അറിയാം, ഞങ്ങൾക്ക് MLA മാരുണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് KN ബാലഗോപാലനെ വേദിയിലിരുത്തിയിട്ടാണ് CP ജോൺ ആ പേപ്പർ അവതരിപ്പിച്ചത്. അതിൽ വസ്തുതാവിരുദ്ധമായിട്ട് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഏതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്നുള്ള ഇത് വിലപ്പോകാൻ വേണ്ടി പോകുന്നില്ല. കണക്കുകൾ നമ്മുടെ മുന്നിലെ നിയമസഭയിലുണ്ട്, MLA മാർക്ക് കിട്ടും, ഞങ്ങളത് പറയാൻ തയ്യാറാണ്. അല്ലാതെ എന്ത് ചെയ്യാന്? ഇത് ആളുകളെ വിഡ്ഢികളാക്കുകയല്ലേ. PMCയിൽ ഒപ്പിടില്ല. PMCയിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ടല്ലോ, ഈ ഗവൺമെൻറ് ഒപ്പിടാതെ ഒരു കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് ഇല്ല എന്ന് പറയാൻ സാധിക്കുക? കുറച്ചു കാലം നീട്ടിവെക്കാൻ സാധിക്കുമായിരിക്കും, നീട്ടിവെച്ചാൽ ആനുകൂല്യം കിട്ടില്ല. PMCയിൽ ഒപ്പിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് പണം അനുവദിച്ചത്. അതിനെ നടപ്പിലാക്കിയാൽ മാത്രമേ ഈ ഗവൺമെൻറ്റിന് പണം അനുവദിക്കുള്ളൂ. ഇതൊക്കെ തെരുവിൽ മുദ്രാവാക്യം വിളിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഭരണഘടനാപരമായി കൊണ്ടുപോകുന്ന ഒരു സാധനമല്ല. കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി മാത്രം അതിൽ ഒപ്പിട്ടതിന് ശേഷം ഇനി അത് പിൻവാങ്ങാൻ ഒക്കുമെന്നോണോ? ഒക്കില്ല. പദ്ധതിയിൽ ഒപ്പിട്ടാൽ അത് പിൻവാങ്ങാൻ കേന്ദ്ര സർക്കാരിനെ സാധിക്കും. ബാക്കി ആളുകളെ വിഡ്ഢികളാക്കിയാണ്, വെറുതെ ഇവരത് ഇല്ലാത്ത കാര്യങ്ങൾ പറയാണ്. PMCയിൽ ഈ ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്, ഏത് LDF ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇവരൊരു കത്തയച്ചു. എന്താ കത്തയച്ചത്? ഞങ്ങൾ ഇതിനെക്കുറിച്ച് പുനഃപരിശോധിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭ സബ് കമ്മിറ്റി ഉണ്ട്, അതുവരെ ഇതൊന്ന് മരവിപ്പിക്കണം. ആ കമ്മിറ്റി ഇതുവരെ ചേർന്നിട്ടില്ല. നിങ്ങൾ മരവിപ്പിക്കുകയോ എന്ത് വേണം ചെയ്തു, പക്ഷേ അടുത്ത ഫണ്ട് അലോക്കേഷൻ വേണമെങ്കിൽ അത് PMCയുടെ ഫണ്ട് മാത്രം, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അത് സർവശിക്ഷാഭിയാനായാലും ശരി, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് അലോക്കേഷനിലും ശരി, ആ ഫണ്ട് അലോക്കേഷൻ കേരളത്തിന് കിട്ടണമെങ്കിൽ ഈ പദ്ധതി മുമ്പോട്ട് പോകും. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പഞ്ചാബ് പിന്മാറി എന്നൊക്കെ ഒരു സാധനം കോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാളും പിന്മാറിയിട്ടില്ല, വെറുതെ പറയാണ് ഇതൊക്കെ. ഇതൊക്കെ പിണറായി വിജയൻ പിന്മാറി എന്ന് പറയും പോലെയാണ്. പദ്ധതി ഒപ്പിട്ടു, ഇനി നടപ്പിലാക്കേണ്ടത് ഇവർ സ്കൂളുകൾ സെലക്ട് ചെയ്യണം. സ്കൂളുകൾ സെലക്ട് ചെയ്യണം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇവരിപ്പോഴും പറയാത്തൊരു കാര്യം, PMC പദ്ധതിയോട് എന്താണ് ഇവരുടെ എതിർപ്പ്? അതാണല്ലോ പറയേണ്ടത്. 100-200 വിദ്യാലയങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട വിദ്യാലയങ്ങളായതിന് ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്? ഇവർ പറയുന്നത് ഞങ്ങളുടെ സിലബസിനെ സംബന്ധിച്ചാണ്. സിലബസ് സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്, സ്കൂളുകൾ സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അത് തീരുമാനിക്കണം. അത് തീരുമാനിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക സഹായം കിട്ടുള്ളൂ. ഈ PM ഉഷ പദ്ധതി എന്താണ്?
കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. അല്ല, അത് അതിന് പക്ഷേ പാഠ്യപദ്ധതിയില്ലായിരുന്നു. ഇതിൽ പാഠ്യപദ്ധതി സംസ്ഥാന സർക്കാരിലെ നിശ്ചയിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിലെ നിശ്ചയിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന പാഠ്യപദ്ധതിയിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, വസ്തുതാവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്തുണ്ടെങ്കിൽ അത് NCERT ഇടപെടും. അല്ലാതെ അവരല്ലല്ലോ സിലബസ് തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ PM ശ്രീ സ്കൂളുകളിൽ ആരാ സിലബസ് തയ്യാറാക്കുന്നത്? ഇപ്പോൾ ഉണ്ടല്ലോ, ഓൾറെഡി കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. കേരളത്തിലെ സെൻട്രൽ സ്കൂളുകളിലുണ്ട്, മാഹിയിലെ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് സിലബസ് ആണല്ലോ. അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട് PMC. കർണാടകത്തിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടെന്ന്. കർണാടകയ്ക്കാണ് ആദ്യം നടപ്പിലാക്കിയത്. ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളൊന്ന് കർണാടകയാണ്. ഇവിടെ ഒരു അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണോ വോട്ട് ബാങ്കിന് വേണ്ടി? ഇവിടെ എല്ലാ കാലത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്, വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഈ അന്ധമായിട്ടുള്ള കേന്ദ്ര വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ട് ഫലത്തിൽ നഷ്ടം കേരളത്തിനാണ്. ഇവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടതെല്ലാം നടപ്പിലാക്കും. അത് മര്യാദക്കാണെങ്കിൽ കേരളത്തിന് കൂടി ഗുണം കിട്ടും. അതുകൊണ്ട് അതിൽ നിന്നും സംസ്ഥാന സർക്കാരിന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അത് ആളുകൾ വെറുതെ പറ്റിക്കലാണ്. അത് ED അല്ലേ ചെയ്യുന്നത്, അന്വേഷണ ഏജൻസി അല്ലേ. അവർ ചോദ്യം ചെയ്യട്ടെ. അന്വേഷണവുമായിട്ട് അവർ സഹകരിക്കുകയാണ് വേണ്ടത്. അന്വേഷിക്കുന്നില്ല എന്നായിരുന്നല്ലോ പരാതി, ഇപ്പം അന്വേഷിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ അന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ ഒരു ദിവസം കൊണ്ട് തീർന്ന പാർട്ടി തീയാവും എന്നൊക്കെ മാറി ഇപ്പം മഞ്ഞായി പോയോ? എന്താണ് പിന്നെ പ്രതിഷേധമൊന്നും ഇല്ലാത്തത്? പേടിച്ചു പോയോ? അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളിതിലൊന്നും യാതൊരു രാഷ്ട്രീയ അഭിപ്രായവും പറഞ്ഞിട്ടില്ല. വീണ വിജയൻ എപ്പോൾ ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. അവർ ചോദ്യം ചെയ്യുന്നു. അവരുമായി ഞാൻ ചോദിക്കുന്ന, ഒരു ഏജൻസി ചോദ്യം ചെയ്യുമ്പോൾ ഇവർക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ ഇവരെന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകും. അറിയില്ല, അവർക്ക് ചോദ്യം ചെയ്തപ്പോൾ എന്തെങ്കിലും ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാകും. അന്വേഷണ ഏജൻസിക്ക് എന്താണ് കിട്ടിയത് നമുക്കറിയില്ലല്ലോ. BJPയോ കേന്ദ്ര സർക്കാരോ ഇത്തരം ഒരു അന്വേഷണത്തിലും ഇടപെടാറില്ല. അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായ അധികാരമുണ്ട്. അന്വേഷണത്തിൻ്റെ രീതികളൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. BJPയോ കേന്ദ്ര ഗവൺമെൻറ്റും അല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ പേരുകളെക്കുറിച്ചും അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ പേടി. UDFൽ ചില നേതാക്കന്മാരുടെ പേരൊക്കെ അതിലുണ്ടല്ലോ, പുറത്തു വരട്ടെ.